പഴവങ്ങാടി ഗണപതി സ്വാമിയുണ്ട്. ഇവരെയൊക്കെ സാക്ഷി നിർത്തി നമ്മൾ പറയുകയാണ്, ഉറക്കെ പറയുകയാണ്, ഈ ഭരണം, ഈ ദുഷിച്ച് നാറിയ CPM ഭരണം നഗരസഭയിൽ നിന്ന് മാറും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറും. അത് ഉറപ്പാണ്. വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു ചൈത്ര യാത്രയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. വരും ദിവസങ്ങളിൽ വളരെ അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിൻ്റെ ആദ്യത്തെ ചുവടുപടിയായി നമ്മൾ കാണുന്നു. ഇത് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. വർഷങ്ങളായി എന്തുകൊണ്ട് ഈ CPM പാർട്ടിക്ക് കോർപ്പറേഷൻ കൈയടക്കി വാണ് ഭരിക്കാൻ സാധിക്കുന്നു, എന്തുകൊണ്ടാണ് ജനം ഇത് മനസ്സിലാക്കാത്തത് എന്നൊരു ചോദ്യം എവിടെന്നെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. പേടിപ്പിച്ച് ഭരിക്കുന്ന ഒരു സംവിധാനമാണ് CPM-ന്റെ. വോട്ട് ചെയ്യാൻ പോകുമ്പോഴും അല്ലാത്തപ്പോഴും അവരുടെ അണികളെയും ഒക്കെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് മര്യാദയ്ക്ക് അനുസരിക്കുന്നത് പറയുന്നതനുസരിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇന്നത് ചെയ്യും, വെട്ടിക്കളയും, കുടുംബത്തെ തകർത്ത് കളയും എന്നൊക്കെയുള്ള ഭീഷണിയുടെ സ്വരത്തിൽ വളരെയധികം മുന്നോട്ട് പോയി ആളുകളെ കൊണ്ട് പേടിപ്പിച്ച് വോട്ട് ചെയ്യിച്ചാണ് ഇത്രനാൾ കഴിഞ്ഞ 42 വർഷമായി അവർ നഗരസഭ ഭരിച്ചിരുന്നത്. ഫലമോ ഇവിടെ കിട്ടിയിരുന്ന ഫണ്ടുകളെല്ലാം ദുർവിനിയോഗം ചെയ്ത് സകല നാശനഷ്ടങ്ങളും വരുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കി എല്ലായിടവും പ്രശ്നങ്ങളുണ്ടാക്കി. 10-20 വർഷം മുമ്പ് ഒരു കൊതുക് പോലും തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൊതുകില്ലാതെ രാവിലെ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടാണ്? മാലിന്യം. ഒന്നും നേരെ വണ്ണം ചെയ്യാൻ പറ്റാത്ത മാലിന്യ സംസ്കരണം നേരെ ചെയ്യില്ല, വെള്ളക്കെട്ട് നേരെ തീർക്കില്ല. ഓപ്പറേഷൻ അനന്തപുരി എന്ന് പറഞ്ഞ കോടിക്കണക്കിന് രൂപ വെള്ളക്കെട്ട്